ഖാമൂസ്, മുൻജിദ്, മിസ്ബാഹ്, മുഖ്താർ, സഹാഹ് പോലത്തെ കിതാബുകളൊക്കെ ഏതൊരു ഫന്നിലാണോ ആ ഫന്ന് അതിനാണ് ഇൽമു മദ്ദിൽ ലുഗ എന്ന് പറയുന്നത്. അത് നമ്മളവിടെ നിന്നിപ്പോൾ അങ്ങനെ ഖാമൂസ് മനപ്പാടാക്കുക അല്ലെങ്കിൽ മുഖ്താർ മനപ്പാടാക്കുക അങ്ങനെ ഒരു ശൈലി പണ്ടേ നമ്മളെ ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ പോലെ തന്നെ നല്ല ഇൽമിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പഠിക്കുന്ന ചില പണ്ഡിതന്മാർ പിന്നെ ഈ മൊരിതാനിയ എന്നുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. ഒരു മാലികി മദ്ഹബുകാരാണ്, ഒരു തീജാനി തരീഖത്തിൻ്റെ ആൾക്കാരാണ്. ഓല് പിന്നെ മുദർരിസ് ആകുന്നത് 20 കൊല്ലം കൊണ്ട്. ഹിഫ്ദ് ഫഹ്മിനേക്കാൾ ഹിഫ്ദിനാണ് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഓല കൂട്ടത്തിൽ ക്യാമ്പന്മാരായ ആളുകൾ ഖാമൂസ് മനപ്പാടുള്ള ആളുകളൊക്കെ. അങ്ങനെ ഖാമൂസ് മനപ്പാടാക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രായോഗികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പിന്നെ പദങ്ങൾ, വരീമായ പദങ്ങൾ, അതുപോലെ അറബി ഭാഷയിലുള്ളതായിരിക്കുന്ന പഴഞ്ചൊല്ല്, ഓരോ ഭാഷയിലും ഓരോരോ പഴഞ്ചൊല്ലുണ്ടാവുമല്ലോ, മസല്, ആ അംസാല് പഠിക്കുക. അതുപോലെ വരീബായ ലഫ്ളൊക്കെ അതൊക്കെ ഒരു സരളമായ രൂപത്തിൽ ഒരു തമാശയിൽ കൂടെ അത് പഠിപ്പിക്കുക. ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇമാം അബൂ മുഹമ്മദ് അൽ ഖാസിം ഇബ്നു ഹസൻ അൽ ഹരീരി എന്ന് പറയുന്നതായിരിക്കുന്ന ഹരീരി ഇമാം അബൂ മുഹമ്മദ് അൽ ഖാസിം ഇബ്നു അൽ ഹസൻ അൽ ഹരീരി ഹിജറ 516 വഫാത്തായ ആളാണ് ഹരീരി ഇമാം. ആ ഹരീരി ഇമാം ഉണ്ടാക്കിയ കിതാബാണ് മഖാമാത്തുൽ ഹരീരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവർക്ക് ഹരീരി അറിയേണ്ട കാരണം? ഹരീർ പറഞ്ഞാൽ പട്ട് എന്നല്ലേ. പട്ടിൻ്റെ ബിസിനസ്സുകാരനായിരുന്നു, വലിയ മുതലാളിയായിരുന്നു. 18,000 ഈത്തപ്പനുള്ള ഈത്തപ്പന തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ ഹരീരി ഇമാം. ഹരീരി ഇമാം അതിൻ്റെ ആ തോട്ടത്തിൻ്റെ വരുമാനം മുതഅല്ലിമീങ്ങൾക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട്, വലിയ ആലിമീങ്ങൾ, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ളതായിരിക്കുന്ന ആലിമീങ്ങൾ അവരെ വീട്ടിൽ വന്ന് അവരുടെ ചെലവിൽ താമസിച്ചുകൊണ്ട് പഠിച്ചിരുന്നു. വലിയ മുതലാളിയാണ്, വലിയ പണ്ഡിതനുമാണ്. അപ്പോൾ അവർ പല വിഷയത്തിനും കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാന കിതാബാണ് ഇപ്പം മഖാമാത്ത് എന്ന് പറയുന്നത്. പിന്നെ മുൻഹത്തുൽ ഇഅ്റാബ് എന്ന് പറഞ്ഞ് നഹ്വിൽ ഒരു കിതാബ്, ബൈത്തിൻ്റെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾ പേച്ചതായിരിക്കുന്ന ലോകത്തിൽ പേച്ചതായ സ്ഥലങ്ങൾ വിവരിച്ചുകൊണ്ട് അത് പേവാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളോടുകൂടെയുള്ള അങ്ങനെ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മഖാമാത്ത്. എന്താ മഖാമാത്ത് പറഞ്ഞാൽ? എന്താ ഈ മഖാമാത്ത് പറഞ്ഞാൽ? മഖാമിൻ്റെ എമ്മാണ് അല്ലേ. മഖാമാത്ത് പറഞ്ഞത് ഖാമയഖൂമിൻ്റെ വെറുപ്പ് മക്കാനാണ്. അപ്പം ഒരു നിൽക്കുന്ന ഒരു സ്ഥലം, മഖാമ പറഞ്ഞാൽ ഒരു നിൽക്കുന്ന ഒരു സ്ഥലം എന്നാ മഖാമ. മജ്ലിസ് പറഞ്ഞാൽ തന്നെ, മജ്ലിസ് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം, മഖാമ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം. അതായത് സദസ്സ്. സദസ്സിന് മജ്ലിസ് എന്നും പറയാം, മഖാമ് എന്നും പറയാം. കാരണം സദസ്സിന് ചിലവർ നിൽക്കുന്നുണ്ടാവും, ചിലവർ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇരിക്കുന്ന സ്ഥലമാണെന്നും പറയാം, നിൽക്കുന്ന സ്ഥലമാണെന്നും പറയാം. എന്ത് അപ്പോൾ മജ്ലിസ് തന്നെ മഖാമ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഖാമത്ത് പറഞ്ഞിട്ടുള്ള താഴ് വഹദത്തിൻ്റെ താഴാണ്. ഒരു സദസ്സ്, ഒരു സദസ്സ്. അപ്പോൾ എന്താണ് ഈ സാഹിത്യ ശാഖൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് ചെറുകഥകളാണ്. ഓരോ മഖാമും ഓരോരോ കഥയും. പക്ഷേ ചെറുകഥയായിട്ടുള്ള വ്യത്യാസം, ഇതിലുള്ള കഥാപാത്രം എല്ലാ കഥയിലും കഥാപാത്രം ഒന്നെന്നേക്കാരം. അത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുന്ന ആളും ഒന്നെന്നേക്കാരം. പല കഥാപാത്രങ്ങളും അല്ല, ഒരു കഥാപാത്രം. ഈ പിന്നെ കിതാബിൻ്റെ കഥാപാത്രം അബൂ സയ്യിദ് സറൂജി ആണ്. അബൂ സയ്യിദ് അസ്സറൂജി. അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ഒരാളില്ല. മഹാനായ ഹരീരി ഇമാമിൻ്റെ ഭാവനയിൽ നിന്ന് വന്ന ഒരു കൃതിയാണ് ഈ അബൂ സയ്യിദ് സറൂജി എന്ന് പറയുന്നത്.
ഈ കിതാബ് തുടങ്ങാനുണ്ടായ കാരണം ചരിത്രകാരന്മാർ പല അഭിപ്രായം പറയുന്നു. അതിൽപ്പെട്ട ഒരഭിപ്രായം, ബസ്രാക്കാരനായ ഹരീരി ഇമാം, ബനൂ ഹറാം എന്ന് പറയുന്നതായിരിക്കുന്ന കബീലക്കാർ, ആ കബീലയിൽപ്പെട്ട ആളാണ് ബസ്രാക്കാരനായ ഹരീരി ഇമാം. അപ്പം ഹരീരി ഇമാം ഒരിക്കൽ അവരെ പള്ളിയിൽ ഇങ്ങനെ നിന്നപ്പം ഒരു യാചകൻ നിസ്കരിക്കാൻ കൂടി, ജമാഅത്തിന് കൂടി. ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ ഭയങ്കര സാഹിത്യത്തിൽ വളരെ തന്ത്രപരമായി അയാൾ യാചിക്കുകയും അയാൾ നല്ലൊരു സംഖ്യ തട്ടിപ്പിലൂടെ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവം അയാളുടെ ആ യാചകൻ്റെ വാക്കും അയാളുടെ ശൈലിയും അയാളുടെ ഹീലത്തും ഇതെല്ലാം പാടെ ഈ ഹരീരി ഇമാം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ എല്ലാവരും പറയാം, ഞങ്ങളെ പള്ളിക്കൽ ഒരിക്കൽ വന്നിട്ട് അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഈ ഒരു മനുഷ്യനെ പറ്റി പലതും പറയാനുണ്ട്. അയാളുടെ ഉദ്ദേശം ഏതെങ്കിലും രൂപത്തിൽ അയാൾ ചിലപ്പോൾ വലിയ മൂല്യാരായിട്ട് വലിയ ഫക്കീഹായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ യാചകനായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ വലിയ മന്ത്രവാദിയായിട്ട് പ്രത്യക്ഷപ്പെടും. അങ്ങനെ പല രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിലായിട്ട് അയാൾ കാശുണ്ടാവും, അങ്ങനത്തെ ഒരാൾ. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ ഹരീരി ഇമാം എന്ത് ചെയ്തു, അയാളെ അബൂസയ്യിദ് അബൂസയ്യിദ് എന്ന് ഒരു പിന്നെ സാങ്കല്പിക പേരിട്ട് കണ്ട് അബൂസയ്യിദ് എന്ന് പറയാൻ ഒരു കഥാപാത്രം. ആ കഥാപാത്രം ഒരു സദസ്സിൽ വെച്ച് പറയുകയും ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന സംഭവം ഒരു സ്ഥലത്ത്. ഇപ്പോൾ യമനിലുള്ള സനായ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം അബൂസയ്യിദ് പറഞ്ഞതും ചെയ്തതും ഒക്കെ എന്ത് ചെയ്യുക, ഹാരിസ് ഇബ്നുൽ ഹമ്മാം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാൾ. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരെ നഫ്സിനെയാണ്. ഹരീരി ഇമാം ഉദ്ദേശിക്കുന്നത് അവരുടെ നഫ്സിനെയാണ്. അപ്പോൾ അവരെ നഫ്സിനെ ഹാരിസ് ഇബ്നുൽ ഹമ്മാം എന്ന് പേരിടാൻ കാരണം ഏറ്റവും സത്യസന്ധമായ പേര് ഹാരിസ് ഇബ്നുൽ ഹമ്മാം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും ഹാരിസ് കുല്ലുക്കും ഹമ്മാം, എല്ലാ മനുഷ്യനും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഹാരിസ് തന്നെ ചെയ്യുന്നവൻ, ഹമ്മാം എന്തെങ്കിലും ഉദ്ദേശിക്കുകയും ചെയ്യും. കുല്ലുക്കും ഹാരിസുൻ കുല്ലുക്കും ഹമ്മാം. അപ്പോൾ അവരെ നഫ്സിനെ പറ്റി അവരെന്ത് ചെയ്തു, ഹാരിസ് ഇബ്നുൽ ഹമ്മാം എന്നും പേരിട്ട്. എന്നിട്ട് അബൂസയ്യിദ് സറൂജി, ഈ കഥാപാത്രം അബൂസയ്യിദ് സറൂജി. അപ്പോൾ ഒരു മഖാമിൽ പറയുന്നത് ഒരു സദസ്സിൽ വെച്ച് അബൂസയ്യിദ് സറൂജി ചെയ്തതും പറയുന്നതും അതൊരു മഖാമാണ്. പിന്നെ വേറെ നാട്ടിൽ വെച്ച് വേറെ ഒരു സദസ്സിൽ വെച്ച് അബൂസയ്യിദ് പറഞ്ഞതും ചെയ്തതും വേറൊരു മഖാമാണ്. ഇങ്ങനെ അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെ തമാശയിൽ കൂടെ, ഉള്ളടക്കം വളരെ രസമുള്ള തമാശകളായിരിക്കും. അതിനോട് കൂടെ എന്ത് ചെയ്യുക, വരീബായ ലഫ്ളുകൾ പഠിപ്പിക്കുക. അതുപോലെ ഈ നല്ല അറബി സാഹിത്യം, അറബി പിന്നെ മസലുകൾ, പഴഞ്ചൊല്ലുകൾ, ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കലാണ് ഉദ്ദേശിച്ചത്. ഒരു രസകരമാണ്. ആദ്യം തന്നെ ഈ മഖാമാറിനെ ഈ പരിപാടി ഉണ്ടാക്കിയത് ഹരീരി ഇമാമാണോ? അല്ല. അവരുടെ മുമ്പ് ബദിയുൽ സമാനുൽ ഹമദാനി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഇമാമ് മഖാമാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മഖാമാത്ത് ബദിയുൽ സമാൻ, അത് അവർ മഖാമാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബദിയുൽ സമാനുൽ ഹമദാനി ഭയങ്കര അത്ഭുത മനുഷ്യനായിരുന്നു ബദിയുൽ സമാൻ. ബദിയുൽ സമാൻ ഒരു 50 വരികളുള്ള ഒരു കവിത ഒരു പ്രാവശ്യം കേട്ടാൽ അത് അതിൻ്റെ തലത്തിന് കീഴ്പ്പെട്ടെന്ന് വേപ്പെട്ടു അയാൾക്ക് അത് കാണാതെ ചെല്ലാൻ കഴിഞ്ഞിരുന്നു. ആ 5-6 പേജ് ആരെങ്കിലും അയാൾക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റില്ലാതെ കാണാപ്പാടം അയാൾക്ക് ഇങ്ങനെ വായിച്ചാൻ കഴിഞ്ഞിരുന്നു. ബദിയുൽ സമാനുൽ ഹമദാനി ഭയങ്കര സംഭവമാണ്. ബദിയുൽ സമാനുൽ ഹമദാനിന്റെ മഖാമ അവർ പെട്ടെന്നുണ്ടാക്കിയതാണ്. ഓരോരോ സ്ഥലത്തുനിന്നും അവരാണ് പറയാണ്, അതാണ് മഖാമ കൈതീരുക. അതാണ് ബദിയുൽ സമാനുൽ ഹമദാനിന്റെ മഖാമ. ഹരീരി ഇമാം അങ്ങനെയല്ല. ഹരീരി ഇമാം ഈ 50 മഖാമ, ഈ കിതാബിൽ 50 മഖാമുണ്ട്, 50 പാഠമുണ്ട്. ഈ 50 പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന മഖാമാത്ത് വർഷങ്ങൾ വെച്ചിട്ടാണ് ആരുണ്ടാക്കിയത്, ഹരീരി ഇമാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ
വ്യക്തി, ഈ രണ്ട് വ്യക്തികളുടെ കൂട്ടത്തിൽ ഉഷാറായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വലിയമാനൊരു ഹമദാനിയാണ്. അവരെ വെല്ലാൻ ഹരീരി ഇമാമിന് വ്യക്തിത്വം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മഖാമാത്ത് ആരെ മഖാമാത്താണ് നല്ലത് എന്ന് വെച്ചാൽ അത് ഹരീരി ഇമാമിന്റെ മഖാമാത്താണ്, ബദിയുദ്ദമാന്റെ മഖാമാത്തല്ല. ബദിയുദ്ദമാന്റെ മഖാമാത്തിൽ ചിലപ്പോൾ ഒരു മഖാമിൽ ഒരു 10 വരിയൊക്കെ ഒരു മഖാമയിക്കാരം, ഇത് പേജുകളോളം ഇക്കാരം ഒരു മഖാമാണ്. അപ്പോൾ മഖാമാത്തുൽ ഹരീരി, ഈ മഖാമാത്തുൽ ഹരീരി ഇമാം മഖാമാത്ത് ഉണ്ടാക്കിയതിന് ശേഷം മഖാമാത്ത് ഉണ്ടാക്കിയതോടുകൂടെ ബദിയുദ്ദമാന്റെ മഖാമാത്തിന് പിന്നെ ആർക്കും ഓടില്ല. എല്ലാവരും ഹരീരി ഇമാമിന്റെ മഖാമാത്തിന്റെ വേക്കലാകും. അവരുണ്ടാക്കിയതുപോലെ പലരും ഉണ്ടാക്കി നോക്കിയാലും പലരും പരാജയപ്പെട്ടു. ചിലരൊക്കെ കുറെ ഉണ്ടാക്കി എന്നാലും ഹരീരി ഇമാമിന്റെ മഖാമാത്തിന്റെ അവിടുത്തെ ഒരാരി മഖാമാത്ത് എത്തിയിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഷമീം അൽ ഹില്ലി എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതനായിരുന്നു. ഷമീം അൽ ഹില്ലി, അയാള് ഭയങ്കര പണ്ഡിതനാണ്, പക്ഷെ ഭയങ്കര അഹങ്കാരിയാണ്. ആരും മൂപ്പർക്ക് ഒന്നുമല്ല. ഇതുവരെ കഴിഞ്ഞ മനുഷ്യന്മാരിൽ ശിവഇമാമ്, ഷായിമാമ്, അബ്ബലിമാമ്, മലിമാമ് ഓനെ പറ്റിയൊക്കെ ഇയാൾ കുറ്റം പറയും. ഓനൊന്നും ഒരു ശരിയല്ല. ചിലവർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു എന്നോട്, ഇത്ര അധികം പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് തരക്കടില്ല എന്ന് തോന്നുന്ന ആരും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് ചോദിച്ചു. 3 ആൾ കഴിഞ്ഞു. മൂപ്പരാണെങ്കിൽ 3 ആൾ തരക്കടില്ല. ഒന്ന് മുത്തനബി എന്ന് പറഞ്ഞ കവി. അയാള് പല വിഷയത്തിൽ കവിത എഴുതിക്കണമെങ്കിലും അയാളുടെ മദീഹ് അഥവാ മദഹ് പ്രശംസ, സൈഫുദ്ദൗലനെ അവർ പ്രശംസിച്ചുകൊണ്ടേ എഴുതിയതായിരിക്കുന്ന കവിതകൾ തരക്കടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് അതുപോലത്തെ എഴുതാൻ കഴിയും, പറയാൻ കഴിയും. രണ്ടാമത് ആരാണ്? ഇബ്നുൽ ബാത്ത് ഖുത്ബ. ഇബ്നുൽ ബാത്ത് ഖുത്ബന്റെ ഖുത്ബകൾ നമ്മൾ ഓതുന്നുണ്ടല്ലോ, അവരും തരക്കടില്ല അവരെ ഖുത്ബയിൽ. പക്ഷേ അതും ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാര്യം ഉഷാറിന്റെ ഖുത്ബക്ക്. പിന്നെ 3ാമത്തെ ആള് ഇബ്നുൽ ഹരീരി മഖാമാത്ത്. അപ്പൊ ഈ ചോദിച്ച ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ആ ഹരീരിനൊന്ന് വെല്ലാൻ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? എന്നപ്പോ അയാളത്തെ അങ്ങനെ പൊതിച്ചുകൂടെ ആൾക്കാണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാണ്, കുട്ടിയെ സത്യം തുറന്ന് പറയാലോ, ഞാൻ പല പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട് ഇങ്ങനെ മഖാമാത്ത് ഉണ്ടാക്കി നോക്കിക്കണേ, എനിക്ക് തന്നെ തോന്നുന്നു അത് ഓടിയെത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ കുളത്ത് കൊണ്ടുപോയിട്ട് കഴുകും. ഞാൻ ഒരുപാടായിരുന്നു. അള്ളാഹു തആല എന്നെ പഠിച്ചത് ഹരീരി ഇമാമിന്റെ ഫളീലത്ത് ഒഴിവാക്കാനാണ് എന്ന് തോന്നുന്നത്. ഇപ്പം പറയാണ്, ഹരീരി ഇമാമിന്റെ ഫളീൽ ഒഴിവാണെങ്കിൽ ഞാൻ ഉണ്ടാകണം, ഞാൻ ശ്രമിച്ചാണ് അങ്ങനെ പരാജയപ്പെടണം. അപ്പോൾ എന്ന് വരെ എനിക്ക് തോന്നുന്നത് ഹരീരിനെ വെല്ലാൻ കഴിയൂല. ഈ ആരും നരിവരി വെക്കാത്ത ഷമീമുൽ ഹില്ലി പറയാം. പിന്നെ അതിന് ശേഷം പിന്നെയും ഒരുപാട് ആൾക്കാർ മഖാമാത്ത് ഉണ്ടാക്കി. സമഖ്ശരി ഇമാമിനെ നിങ്ങൾ കേട്ട് കാണണം. കശാഫ് പറഞ്ഞ തഫ്സീറിന്റെ മുസന്നിഫ്. കശാഫിന്റെ പ്രത്യേകത എന്താണ്? ഖുർആന്റെ സാഹിത്യത്തിന്റെ ഭാഗത്തുകൂടെയുള്ള എല്ലാ ചർച്ചകളും കശാഫിലാണ്. കശാഫിലാണ് മറ്റു കിതാബുകളിലെ ശേഷമുള്ള കിതാബുകളിലേക്കൊക്കെ അത് കടന്നത്. അങ്ങനെയുള്ള വലിയ കഅബത്തുൽ ബുലഗാഇ എന്നാണ് സമഖ്ശരി ഇമാമിനെ പറ്റിയ ആളുകൾ പറയുന്നത്. അങ്ങനത്തെ സമഖ്ശരി ഇമാമ് മഖാമാത്ത് ഉണ്ടാക്കി. പക്ഷേ അവരെ മഖാമാത്ത് ഇങ്ങനെ കളി തമാശയൊന്നുമല്ല കേട്ടോ, ഒക്കെ ആഖിറത്തിനെ പറ്റി ഇങ്ങനെ ഇതിൻ്റെ മഖാമാത്തുകളാണ്. പിന്നെ അവർ 100 മഖാമാത്ത് ഉണ്ടാക്കി. പക്ഷേ ആ മഖാമാത്ത് ഒന്നും സാഹിത്യത്തിൻ്റെ ഭാഗത്ത് കൂടെ ഹരീരി ഇമാമിൻ്റെ മഖാമാത്തിൻ്റെ അവർക്ക് എത്തിയിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർ 2 വരി ബൈത്ത് എഴുതി. എന്താണ്? ഉഖ്സിമു ബില്ലാഹി വ ആയാതിഹി വ മശഅരിൽ ഹജ്ജ് വ മീഖാതിഹി ഇന്നൽ ഹരീരിയ ഹരിയ്യുൻ ബിഅൻ നക്തുബ ബിത്തിബരി മഖാമാതിഹി. ഉഖ്സിമു ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട് സത്യമാണ്, അല്ലാഹുവിന്റെ ആയാത്ത് കൊണ്ട് സത്യമാണ്. വ മശഅരിൽ ഹജ്ജ് വ മീഖാതിഹി, എന്താ ഞാൻ സത്യം ചെയ്ത് പറഞ്ഞത്? ഇന്നൽ ഹരീരിയ ഹരിയ്യുൻ, ഹരീരി ഇമാം ബന്ധപ്പെട്ട ആളാണ് ഇതിന്.
തങ്കം കൊണ്ട് അവരുടെ മഖാമാത്ത് നമ്മൾ എഴുതാൻ ബന്ധപ്പെട്ട ആളാണ് എന്ന് ഹരീരി ഇമാമ് മഖാമാത്തുൽ ഹരീരിനെ പറ്റി ആര് പറഞ്ഞു? ദമശ്ശരി ഇമാമ് പറഞ്ഞു. ഇന്നും മഖാമാത്ത് എന്ന് പറഞ്ഞാൽ ഹരീരി ഇമാമിന്റെ മഖാമാത്തുൽ ഹരീരിയെ നിലനിൽപ്പുള്ളൂ. ആരെ മഖാമാത്തും ദമശ്ശരി ഇമാമിന്റെ മഖാമാത്ത് വരെ അങ്ങനെ പറയപ്പെടുക എന്നല്ലാതെ ഇപ്പോൾ അത് നിലനിൽക്കണില്ല. ഇത് എന്നും ഈ സാഹിത്യത്തിൻ്റെ വെടിപിടിച്ചുകൊണ്ട് ഈ മഖാമാത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ മഖാമാത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഹരീരി ഇമാമിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ ഈ മഖാമാത്ത് പലയിടത്തും എത്തിയിട്ടുണ്ട്. കാരണം ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാർ അവർ ഈ ഹരീരി ഇമാമിൻ്റെ വീട്ടിലേക്ക് ഒഴുകുകയും അവർ ഹരീരി ഇമാമിൽ നിന്ന് ഈ മഖാമാത്ത് നേരിട്ട് പഠിക്കുകയും അവർ തിരിച്ചുപോയി അവരെ നാടുകളിലൊക്കെ മഖാമാത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് ഇത്രമാത്രം ഈ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്ത കാലം, ആ കാലത്ത് ഹരീരി ഇമാമ് മരിച്ച 516 മരിച്ചത് 15 700 കോപ്പി അവരൊപ്പിട്ടുകൊണ്ടിരുന്നതാണ്. ഹരീരി ഇമാമ് ഈ മഖാമാത്തുൽ ഹരീരിൻ്റെ 700 കോപ്പി എൻ്റെ അടുത്ത് നിന്ന് കോപ്പിയാണ് എന്ന് പറഞ്ഞാൽ എഴുതിക്കണെന്ന്. അപ്പോൾ അക്കാലത്ത് തന്നെ അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ അവരുടെ വളരെയധികം പ്രചരിച്ചതായിരിക്കുന്ന ഒരു കിതാബാണ് മഖാമാത്തുൽ ഹരീരി. ഹരീരി ഇമാം ഇങ്ങനെ തമാശ ഒക്കെ എഴുതിയിരുന്ന ആളാണെങ്കിലും അവസാനത്തെ മഖാമിയിലുള്ള ഉള്ളടക്കം എന്താ വെച്ചാൽ ഈ അബൂദൈബ് സറൂരി എന്ത് ചെയ്തു? പിന്നെ അങ്ങോട്ട് സൂഫിയാകുകയാണ്, പിന്നെ വലിയാകുകയാണ്. സാഹിബുൽ മഖാമാത്ത്, സാഹിബുൽ ആയാത്ത് സാഹിബുൽ കറാമാത്തായിട്ടാണ് മാറുകയാണ്. പിന്നെ ആരോടും മുട്ടാതെ പള്ളിൻ്റെ മുലക്കിൽ നിന്ന് കണ്ട് ആ രൂപത്തിലാണ് പിന്നെ അബൂദൈബ് ഈ കോമാളിത്തരൊക്കെ ചെയ്ത് അബൂദൈബ് പിന്നെ മരിക്കണത് ആ രൂപത്തിലാണ്. അപ്പോൾ അതാണ് ഈ അബൂദൈബ് സറൂജിൻ്റെ മഖാമാത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഈ അറബി സാഹിത്യത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ശൈലിയാണ് ഈ മഖാമാത്ത്. പല രൂപത്തിലുണ്ടാവുക. ഇന്ന് ഒരു ഇതാണ് ഈ മഖാമാത്ത്. ഓരോ മഖാമിൽ ഓരോ സംഭവങ്ങളാണ്. അത് ഉള്ളതായിക്കൊള്ളില്ല. അത് പിന്നെ അതുകൊണ്ട് തന്നെ ഹരീരി ഇമാമ് ഇതിൻ്റെ മുഖദ്ദിമയിൽ തന്നെ ആശയം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അതിന് മറുപടിയൊക്കെ പറയുന്നു. അങ്ങനെ ഒരു അബൂദൈബും ഇല്ല, ഒരായിരത്തി ഇമാമും ഇല്ല. അപ്പോൾ ഇത് നുണ പറയല്ലേ, നുണ ചെയ്തിട്ട് എന്താണ് വ്യത്യാസം എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ അവർ മറുപടി പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ പിന്നെ കുറുക്കൻ്റെയും ആമൻ്റെയും കഥ പറയും. എന്താ പറഞ്ഞാൽ കെലീലാദിനാട്ട് കുറുക്കന്മാരെ കഥയാണ്. അങ്ങനെയുള്ള ഓരോ പിന്നെ വസ്തുക്കളുണ്ടല്ലോ, ഈ ബുദ്ധിജാത മനുഷ്യന്മാരല്ലാത്ത വസ്തുക്കൾ, അതുപോലെ ജീവികൾ, അതുപോലെ മിണ്ടാപ്രാണികളായ ജീവികൾ, അതുപോലെ പിന്നെ ജമാദാത്ത് ഹയാത്ത് ഇല്ലാത്തതായിരിക്കുന്ന അതിനെപ്പറ്റിയൊക്കെ ഓരോരുത്തർ കഥ എഴുതിയില്ലേ. എന്നതുപോലുള്ള കഥ, ഈ കഥയിലൂടെ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? നല്ലൊരു ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല ഉദ്ദേശത്തിനനുസരിച്ചല്ലേ അമലുകളെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇതിന് തെറ്റില്ല എന്ന് പറഞ്ഞാണ്ട് അവരെന്നെ മുഖദ്ദിമയിൽ അതിന് മറുപടി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളെന്താ മഖാമാത്ത് പഠിക്കണമെന്ന് വെച്ചാൽ ലോകത്ത് പഠിക്കാൻ വേണ്ടിയാണ്. ലോകത്ത് പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ ആഴമേറിയതായിരിക്കും പഠനമാണ്. ഖുർആന്, സുന്നത്ത്, ഫിഖ്ഹിൻ്റെ കിതാബ്, അഖീദൻ്റെ കിതാബ്, ലോകത്തിൻ്റെ ലഹവിൻ്റെ കിതാബ്, സർഫിൻ്റെ കിതാബ്, ബലാഗത്തിൻ്റെ കിതാബ്, എല്ലാം നമുക്ക് മനസ്സിലാകാൻ അത്യാവശ്യം പദങ്ങളുണ്ട്. നമ്മൾക്ക് പദം വളരെ കുറവാണ്. നമ്മൾ ഇപ്പോൾ നമ്മളെ ഈ ശൈലിയിൽ നമ്മളിങ്ങനെ ഓതിയാൽ കുറേ ആയാലും നമ്മൾ കുറേ നെഹവും കായികകളൊക്കെ നമുക്കുണ്ട് എന്നല്ലാതെ പദങ്ങൾ നമ്മളെ എത്തിച്ചല്ലോ ഇല്ലേ. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കാനുള്ളതായിരിക്കുന്നതായിട്ട് ഇതും അയലും ഇതൊക്കെ കട്ടിയൊക്കെ നമ്മളെ എത്തുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും വളവില്ലാതെ പടക്കാൻ പടി തീർക്കണമെങ്കിൽ വേണം കല്ലുകളും അല്ലേ. ആ കല്ലുകളില്ലാതെ
കല്ലുണ്ടായാൽ കല്ല് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ എന്ത് വേണം? ലഹവ് വേണം, ലോത്ത് വേണം, സർഫ് വേണം. അപ്പോൾ ലോത്ത് നമ്മളവിടുത്തെ സിലബസിൽ വേണ്ടതുപോലെ ഒരു ശ്രദ്ധ പോരാ, ഇപ്പോഴും പോരാ, പണ്ടും കാര്യമായിട്ടൊന്നും പോരാ. ഈ മഖാമാത്ത് പിന്നെ മറ്റേ വിനോദിസാറിൻ്റെ പിന്നെ ദർശനമൊക്കെ ഉണ്ട് എന്നല്ലാതെ മൊത്തത്തിൽ എല്ലാ ദർശനവും ഉണ്ടായിരുന്ന കിതാബല്ല പണ്ടും മഖാമാത്ത്. പിന്നെ പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ ചെയ്യണം, പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഖാമാത്ത് തിരഞ്ഞെടുത്തത്. മഖാമാത്ത് പിന്നെ ഇപ്പോൾ നമ്മൾ എന്നാ പിന്നെ നമ്മൾ തുടങ്ങിയല്ലേ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نحمدك على ما علمت من البيان وألهمت من التبيان كما نحمدك على ما أسبغت من العطاء وأسبلت من الغطاء. اللهم اللهم أني أسألك എല്ലാവർക്കും അറിയാം അല്ലേ? യാ അല്ലാഹ് അല്ലേ? യാ അല്ലാഹ് അയാ അല്ലാഹ് യാ അല്ലാഹ്. അല്ലാഹനെ വിളിക്കുമ്പോൾ ഏതാർക്കും ഉണ്ടാവില്ല, യാ കൊണ്ടാവും അല്ലേ? യാ കൊണ്ട് വിളിച്ചാൽ ബഈദിനല്ലേ? അല്ലാഹ് ബഈദാണ്. ബഈദ് അല്ലെങ്കിലും ബഈദിന്റെ സ്ഥാനത്ത് ഇറക്കി അല്ലേ, തഅദീമിന് വേണ്ടി. അപ്പൊ യാ കൊണ്ടല്ലാതെ അല്ലാഹനെ വിളിക്കൂല. അപ്പോ യാ അല്ലാഹ്. പിന്നെ എങ്ങനെയാ അത് അല്ലാഹുമ്മ ആയത്? യാ അല്ലാഹു അല്ലേ? അല്ലാഹു എന്ന് പറഞ്ഞത് ദമ്മിന്റെ മേൽ മബിയ. എന്താ ദമ്മിന്റെ മേൽ മബിയ? കാരണം മുഫ്രദ് മഅരിഫയാണ്. യാ സൈദു, യാ അംറു, യാ ബക്രു എന്നൊക്കെ പറഞ്ഞ മാതിരി യാ അല്ലാഹു അല്ലേ? പിന്നെന്ത് ചെയ്തു? നിദാന്റെ ഹർഫായ യാനെ കളഞ്ഞു, പകരം ശ്രദ്ധാക്കപ്പെട്ട മീമിനെ കൊണ്ടുവന്നു അല്ലേ? വേറൊരു അക്ഷരമൊന്നും ചെയ്തു. എന്തിനാ ഈ മീമിനെ തന്നെ കൊണ്ടുവന്നു? അത്ഭുതല്ലേ? യാ മീമ് എന്ത് ബന്ധം അത് രണ്ടും തമ്മിൽ? അതിനൊരു ബന്ധം. യാ എന്നല്ല നിദാന്റെ അർഫല്ലേ? നിദാന്റെ അർഫ് എന്ന് പറഞ്ഞത് അത് താരീഫിന്റെ അതാത്തന്നെ അല്ലേ? റജുലു എന്ന് പറഞ്ഞാൽ നക്കിറ, യാ റജുലു പറഞ്ഞാൽ നിദ കൊണ്ട് മാരിഫായി അല്ലേ? ഒരു മുഅയ്യനായ ആളെ നിദാ ചെയ്യുമ്പോഴാണല്ലോ യാ റജുലു പറയുന്നത്. അപ്പൊ യാ താരീഫിന്റെ അർഫ്, മീമും താരീഫിന്റെ അർഫാണ്. ആരെടുക്കല്? ആരെ ലോകത്തില്? ഹിമ്യർ കബീലക്കാരെ ലോകത്ത് അല്ലേ? ഹിമ്യർ കബീലക്കാരെ ലോകത്ത്. ഹിമ്യർ എന്ന് പറഞ്ഞത് യമനിലുള്ള ഒരു കബീലാണ്. ഇപ്പോഴും നിലവിലുള്ള ഒരു കബീലയാണ്, യമനിലുള്ള ഒരു കബീലയാണ് ഹിമ്യർ. ഹിമ്യർ കബീലക്കാരുടെ ലോകത്ത് അർറജുലു പറഞ്ഞോടത്തോ അല്ല എന്താ പറയാ? അംറജുലു. അംറജുലു വംമർഅതു എന്നൊക്കെ പറയുമല്ലോ. വൽമർഅതു പറഞ്ഞോടത്ത് വംമർഅതു. വല ലോകത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംസാരിച്ചിരിക്കുന്നതല്ലേ? അമിനം ബില്ലിം സഫർന്ന് ചോദ്യത്തിന്. അപ്പോ പിന്നെ മീമ് എന്ന് പറഞ്ഞത് താരീഫിന്റെ അർഫാണ്, യാന്റെ മാതിരി തന്നെ. അപ്പോ എന്ത് ചെയ്തു? യാക്ക് പകരം ഈ മീമിനെ പകരാക്കി ഉണ്ടോ? പകരാക്കി. അപ്പൊ യാ എന്നതിൽ എത്ര അക്ഷരം ഉണ്ട്? രണ്ടക്ഷരം, യാവും അലിഫും അല്ലേ? അപ്പൊ രണ്ട് അക്ഷരം അഥവാ ശ്രദ്ധാക്കപ്പെട്ട ഒരു മീമിനെ, അപ്പൊ രണ്ട് മീമ് അതിനെ പകരാക്കി. അപ്പൊ പിന്നെ അതിനാല് യാന്ന് പറഞ്ഞത് അള്ളാഹ് ജലാലത്തിന്റെ ഇസ്മിന്റെ മുന്നിലല്ലേ? ഇത് പിന്നെ ബാക്ക് കൊണ്ട് ചെയ്യാണ്ട് വെച്ച് ഇതിനെ അത് പിന്നെ ജലാലത്തിന്റെ ലഫ് കൊണ്ട് തുടങ്ങാൻ വേണ്ടി യാ അള്ളാഹ് എന്ന് പറയുമ്പോൾ യാ കൊണ്ടല്ലേ തുടങ്ങണത്. അത് ജലാലത്ത് കൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അള്ളാഹു. അപ്പോ യാക്ക് പകരമുള്ള മീമിനെ ബാക്കിൽ വെച്ചു അല്ലേ? പിന്നെ അപ്പോ ഒന്നിന് പകരം വെക്കുന്നത് അത് അതിന്റെ സ്ഥാനത്ത് തന്നെ ആണ്ടേത്
അത് വേണ്ട അല്ലേ. വഅദ യഇദു എന്ന് പറഞ്ഞതിന്റെ മസ്ദർ ഇദത്ത് എന്നല്ലേ. ഇദത്തിലുള്ള താവ് വാവിന് പകരല്ലേ, അതിന്റെ അസ്ല് വഅദ് എന്നല്ലേ. ആ വാവിന്റെ സ്ഥലത്താണോ ഈ താവിനെ ചിണ? അല്ലല്ലോ. ഇബ്ന് എന്ന് പറഞ്ഞാൽ ബുനുവത്ത് എന്നുള്ളതല്ലേ. ഹംസ വാവിന് പകരല്ലേ. എന്നിട്ട് ഹംസ വെച്ചിരിക്കണത് തലക്കില, വാവ് ബേക്കില അല്ലേ. അപ്പോ അങ്ങനെ കൊള്ളണമെന്നില്ല. അപ്പൊ അല്ലാഹുമ്മ, അപ്പൊ അല്ലാഹു എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ? മബിനി, ഇതുകൊണ്ട് മുഫ്രദ് മാരിഫായതുകൊണ്ട് അല്ലേ. മീമ് നിദാന്റെ ഹർഫ്. അല്ലാഹുമ്മ. അപ്പൊ യാ അള്ളാനെ വിളിക്കുന്നതിന് എന്തുണ്ട്? പല ലോകത്തുണ്ട് അല്ലേ. യാ അള്ളാന്നുണ്ട്, യല്ലാന്നുണ്ട്, യാ അള്ളാന്നുണ്ട്, അള്ളാഹുമ്മാന്നുണ്ട്. ഒരു ബൈത്തിൽ എങ്ങനെയും വന്നിട്ടുണ്ട്, ഈ അള്ളാഹുമ്മാന്നും വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെ അൽഫേ പറഞ്ഞേ? വലക്കദറുല്ലാഹുമ്മ ബിത്തഅവീദി വശദയ അല്ലാഹുമ്മ ബിഖരീദി. ഒരു ഖരീദിൽ ഒരു ബൈത്തിൽ അല്ലാഹുമ്മ എന്ന് വന്നിട്ടുണ്ട്. അത് ഷാദാണ്. കാരണം അതിന് അല്ലേ. അപ്പൊ അല്ലാഹുമ്മ ഇന്നാ നഹ്മദുക അലാ മാ അല്ലംത മിനൽ ബയാൻ. ഇന്നാ നഹ്മദുക, ഇന്ന് ഞങ്ങൾ ചെയ്യുന്നു, സ്തുതിക്കുന്നു അല്ലേ. ഹംദ് പറഞ്ഞാൽ എന്താ? സനാഉ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി. ഇത് പറഞ്ഞാലോ മാ യുൻജിഉ ബി തഅദീമിൽ മുൻഇം മിൻ ഹൈദു ഇന്നഹു മുൻഇം അല്ലേ. അത് വാക്കാലും ആവാം, പ്രവർത്തിയാലും ആവാം, വിചാരം കൊണ്ടും ആവാം അല്ലേ. പക്ഷേ ഹംദ് പറഞ്ഞത് എന്തുകൊണ്ടേ ആവുള്ളൂ? അതുകൊണ്ട് മാത്രമേ ആവുള്ളൂ. ഇന്നാ നഹ്മദുക അലാ മാ അല്ലംത മിനൽ ബയാൻ. അലാ മാ ഐ അലല്ലദീ അല്ലംതഹു മിനൽ ബയാനി. അപ്പോൾ അലാമ, അലാമ മാ മൗസൂലൻ, ഇസ്മിയായ മൗസൂലാണ്. അല്ലദീന്റെ മഅനാക്ക് അല്ലംത എന്ന് പറഞ്ഞത് സിലയാണ്. സിലത്തുനിന്ന് മൗസൂലിക്ക് ആയിദ് മടങ്ങണം. ആ ആയിദ് ഇവിടെ മഹ്ദൂഫായ ദമീറാണ്. അല്ലംതഹു അല്ലേ. അപ്പൊ അലാമ അല്ലംതഹു ഐ അലല്ലദീ അല്ലംതഹു മിനൽ ബയാൻ. അതെന്താണ് മിനൽ ബയാൻ പറഞ്ഞത്? ഹാലാണ് അല്ലെ. മിന്ന് ബയാനിയായ മിന്നാണ്. മിനൽ ബയാനി എന്ന് പറഞ്ഞ ഹാലാണ്. എയിന്ന് ആ ഹാലാണ്. അൽ ഹാ എന്ന് പറഞ്ഞ അല്ലം തന്റെ ഹാ ഉണ്ടല്ലോ, ആ ആകുന്നു. അപ്പൊ അലാമ അല്ലംതഹു അലല്ലദീ അല്ലംതഹു മിനൽ ബയാനി ഐ ഹാല കൗനി ദാലികൽ മുഅല്ലമി മിൻ ജിൻസിൽ ബയാൻ. ആ പഠിപ്പിക്കപ്പെട്ടത് ബയാനിന്റെ ജിൻസിൽപ്പെട്ടതായ നിലക്ക് അല്ലേ. അപ്പൊ മിനൽ ബയാന് മിന്നലാണ്, ബയാനിയായ മിന്നാണ്. ജാറു മജ്റൂർ ഹാലാണ്. എന്തിന്ന് ഹാലാണ്? ഹാ എന്ന് പറയാൻ മഹ്ദൂഫായ ഹായിൽ നിന്ന് ഹാലാണ്. ബയാൻ പറഞ്ഞാൽ എന്താ? ബയാൻ, ബയാനിന്റെ നിർവചനം ആരാ പറയാ? ബയാൻ എന്ന് പറഞ്ഞാൽ അൽ കലാമുൽ ഫസീഹു അൽ മുഅരിബു അമ്മാ ബിദ്ദമീർ. മനസ്സിലുള്ള ആശയം വ്യക്തമാക്കുന്ന സ്ഫുടമായ സംസാരം എന്നാണ് എന്ന് പറഞ്ഞാൽ ബയാൻ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോ അലാമ അല്ലംത മിനൽ ബയാൻ. അപ്പൊ അല്ലാഹു തആല നമുക്ക് ബയാൻ പഠിപ്പിച്ചു തന്നു. നമ്മളെ ഹൃദയത്തിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരുടെ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന സംസാരം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. ആ നിഅമത്തിന്റെ പേരിലും ചെയ്യുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു കേട്ടോ. വഅൽഹംത മിനൽ തിബിയാൻ. വഅൽഹംത, അൽഹംത അൽഹംദന്റെ അവിടേക്ക് അത്തുഫാണ്. അപ്പൊ അതും മാന്റെ സിലയാണ്. അപ്പൊ വഅലാമ അൽഹംത ഐ അൽഹംതഹു മിനൽ തിബിയാൻ. നീ തോന്നിപ്പിക്കുന്നതായിരിക്കുന്നു നിന്റെ മേലെ. എന്താ തോന്നിപ്പിച്ചെന്നത്? മിനൽ തിബിയാനി, തിബിയാനിനാൽ. തിബിയാന് എന്ന് പറഞ്ഞത് ബയ്യന യുബയ്യിനൂന്റെ മസ്ദറാണ്.
ബയ്യന യുബയ്യിനു തബീനെന്നും പറയാം, തിബിയാനെന്നും പറയാം. ബയ്യന യുബയ്യിനു തബീനെന്നും പറയും, തിബിയാന് എന്നും പറയും കേട്ടോ. ഈ താ കൊണ്ട് തുടങ്ങിയതായിരിക്കുന്ന മസ്തർ ഉണ്ടല്ലോ, ഈ വസിന്റെ മേലിൽ താ കൊണ്ട് തുടങ്ങിയതായിരിക്കുന്ന മസ്തർ, 2 മസ്തർ മാത്രം തായിന് കസ്റ്, ബാക്കിയൊക്കെ ഫത്ഹ. അപ്പോൾ പിന്നെ ഈ തിബിയാൻ, അത് തിബിയാനാണ്, തെബിയാനല്ല. തിൽഖാ കസ്റ് കൊണ്ട് തിൽഖാ ആണ്, തിൽഖാ അല്ല. അതേസമയം തസിയാർ, തത്വാഫ്, തെജ്വാല്, അതൊക്കെ തക്റാർ, അതൊക്കെ എന്തുകൊണ്ടാണ്? ഫത്ഹ കൊണ്ടാണ്. ഇത് 2 മാത്രം കസ്റ് കൊണ്ടാണ്. അതേസമയം താ കൊണ്ട് തുടങ്ങിയ ഈ വസിന്റെ മേലുള്ള ഇസ്മ് അത് കസ്റ് കൊണ്ടാണ്. തിംസാഹ്, തിംതാല്, അതൊക്കെ കസ്റ് കൊണ്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാ തിബിയാൻ, തിബിയാൻ എന്ന് പറഞ്ഞാലും ബയാൻ എന്ന് പറഞ്ഞാലും ഒന്നന്നെ. കാരണം നമ്മൾ പറഞ്ഞു ബയ്യന യുബയ്യിനുവിന്റെ മസ്ദറാണ് തിബിയാൻ. പക്ഷേ മുബയ്യിന് എന്നുള്ള വായനയാണ് ഇവിടെ. ഇസ്മ മസ്ദറിന് ഇസ്മിന്റെ ഇസ്മ ഫായിലിന്റെ വായനയാണ് അല്ലേ? അൻസൽന എന്നെ ഖുർആനിൽ പറഞ്ഞേ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ, അല്ലേ? തിബിയാനൻ ലികുല്ലി ഷൈഇൻ ഐ മുബയ്യിനൻ ലികുല്ലി ഷൈഇൻ. അപ്പോൾ തിബിയാൻ മുബയ്യിന്റെ വായനാക്കാം. അപ്പോൾ പിന്നെ തിബിയാനും ബയാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് തിബിയാനില് ബയാനിൽ ഇല്ലാത്തതായിരിക്കുന്ന മുബാലഗത്തുണ്ടാവും. കാരണം ഈ അക്ഷരങ്ങളുടെ വർധനവിൻ്റെ വേണ്ടി അറിയിക്കും, മഅനാന്റെ വർധനവിൻ്റെ വേണ്ടി അറിയിക്കുമല്ലോ. അപ്പോൾ എന്താണ് തിബിയാൻ എന്ന് പറയുമ്പോൾ ഫസാഹത്തിലും കൂടുതൽ ഫസാഹത്തുണ്ടാവും, അതുപോലെ ഹൃദയത്തിലുള്ള ആശയം വ്യക്തമാക്കുന്ന വിഷയത്തിലും കൂടുതലുണ്ടാവും. അപ്പൊ നല്ലോണം വ്യക്തമാക്കണേ, കൂടുതൽ വ്യക്തമാക്കുന്ന, കൂടുതൽ ഫസീഹായ കലാമ് എന്നാവും. പിന്നെ കമാ നഹ്മദുക അലാ മാ അസ്ബഗ്ത മിനൽ അതാ, കമാ നഹ്മദുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ മാ മസ്ദരിയായ മായി അല്ല, മൗസൂലായ മായി, ഇനി മസ്ദരിയായ മായി ആകാം. അപ്പൊ എങ്ങനെയാവും അർത്ഥം? ഇന്നാ നഹ്മദുക അലാ മാ അല്ലംത ഐ അലാ തഅലീമിക, അലാ മാ അല്ലംത ഐ അലാ തഅലീമിക, മിനൽ ബയാനി ഐ ബഅദൽ ബയാനി. അപ്പൊ മിന്നത്താവും തബീനി, ബയാന്റെ മിന്നല്ല, തബഈദിന്റെ മിന്നാവും. തബഈദിന്റെ മിന്ന് ഹർഫാണോ ഇസ്മാണോ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ജമഖ്ശരിമാന്റെ അടുക്കലൊക്കെ മിന്ന് തബഈദിയായ മിന്ന് എന്താണ്? ഇസ്മ. അപ്പൊ മിനൽ ബയാനി പറഞ്ഞാൽ ബഅദൽ ബയാനി ഐ ഇന്നാ നഹ്മദുക അലാ തഅലീമിക ബഅദൽ ബയാനി. ജുംഹൂറിന്റെ അടുക്കൽ അത് ഹർഫ് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടാവും ഒരു സങ്കല്പം ഉണ്ടാവും. അപ്പോൾ ഇന്നാ നഹ്മദുക അലാ മാ അല്ലംത ഷൈഅൻ ബഅദൽ ബയാനി, ഷൈഅൻ അതേ കർമ്മത്തിൽ. അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ഈ വമീർ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. കാരണം മാ അപ്പം ഈ മസ്ത് ഹർഫിയായ മസ്ത് മൗസൂലായിരുന്നു. ഹർഫിയ മൗസൂലക്ക് എന്തുണ്ടാവില്ല? ആയിദ് ഉണ്ടാവില്ല. ഇസ്മിയായ മൗസൂലിക്ക് ആയിദ് ഉണ്ടാവില്ല. وألهمت من التبيان كما نحمدك على ما سبقت من العطاء كما نحمدك. ഞാൻ കേൾക്കുന്നില്ല, ഉറക്കെ പറയും. അവിടെ അത് ആ ഹംദിലുള്ളതായിരിക്കുന്ന ഹംദ് ചെയ്യാനുള്ളതായ അത്യാഗ്രഹം പ്രകടിപ്പിക്കാനുള്ള തഹ്കീദാണ്. എന്നല്ലാതെ മുഖാത്തബ് മുൻകിറായതിനു വേണ്ടിയോ മുഖാത്തബ് മുതറദ്ദിദായതിനു വേണ്ടിയോ അല്ല. മറിച്ച് അത് ആ പറയുന്ന കാര്യത്തിൻ്റെ ആശയം അത് പറയാൻ അങ്ങേയറ്റം ആവേശം ഉണ്ടാവുമ്പോൾ തഹ്കീദുണ്ടാവും. മുനാഫിഖീങ്ങളിൽ പല നേതാക്കന്മാരെ കാണുമ്പോൾ ഇന്നാ മഅക്കും, മുഅ്മിനീങ്ങളെ കാണുമ്പോൾ എന്താ അറിയാ? ആമന്ന അല്ലേ? ഓലെ കാണുമ്പോൾ ഇന്നാ മഅക്കും. കാരണം അത് ഓലെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, മറ്റേന്ന് ആവുമെന്ന് വരുന്നതാണ്.
അപ്പൊ ആ ബാധ്യതയ്ക്ക് വേണ്ടിയാണ് എന്ത് ചെയ്ത് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ഹംദ് ചെയ്യണമെന്നുള്ളതിൽ അല്ലാഹു തആലാക്ക് ശക്തി ഉണ്ടായിട്ടോ തറദ്ദുദ് ഉണ്ടായിട്ടോ. പിന്നെ കമാൻ അഹ്മദുക അലാ മാ അസ്ബഹത മിനൽ അതാ, കമാൻ അഹ്മദുക നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നത് പോലെ അലാ മാ അസ്ബഹത, അലാ മാ അസ്ബഹത ഐ അലാ മാ അത്മംത അല്ലേ, അത്മംത. ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ ഇത്മാമ് ഇത്മാല് അല്ലേ. പിന്നെ കൗബുൻ സാബിഗ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല പൂർണ്ണമായ ലിബാസിന് കൗബുൻ സാബിഗ് അല്ലേ. ഇസ്ബാഹുൽ ഉലൂഇ അലൽ മകാരിഹ് എന്നൊക്കെ ഹദീസിലില്ലേ. അപ്പൊ അസ്ബഹത മിനൽ അതായി, അതാ എന്ന് പറഞ്ഞാല് ഔദാര്യം. അതാ പറഞ്ഞ അസല് അതായി എന്ന് പറഞ്ഞതിന്റെ ഇസ്മു മസ്തറാണ്. മസ്തറും ഇസ്മു മസ്തറും നമ്മുടെ വ്യത്യാസം എന്താ? മസ്തറാവുമ്പോൾ ഫിഅലിലുള്ള എല്ലാ ഹർഫുകളും അതിലുണ്ടാകും. ഒന്നുകിൽ ലഫ്ളൻ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ തഖ്ദീറൻ ഉണ്ടാവും. നേരെ മറിച്ച് ഇസ്മു മസ്തറാവുമ്പോൾ ഫിഅലിലുള്ളതായ ചില ഹർഫുകൾ യാതൊരു ഇവളും കൂടാതെ ലഫ്ളും തഖ്ദീറും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനാണ് ഇസ്മു മസ്തർ. അആന യുഈനൂന് ഇആനത്ത് അത് മസ്തർ. ഔദ് പറഞ്ഞത് ഇസ്മു മസ്തർ അല്ലേ. ആശറ യുആശിറു മുആശറത്തൻ പറഞ്ഞത് അത് മസ്തർ. ഇശ്റത്തൻ പറഞ്ഞത് ഇസ്മു മസ്തർ അല്ലേ. അതാ യുഅതി ഇഅതാ എന്ന് പറഞ്ഞത് അത് മസ്തർ. അതാ എന്ന് പറഞ്ഞത് ഇസ്മു മസ്തർ. അപ്പോൾ ഇവിടെ അതാ പറഞ്ഞ ഇസ്മു മസ്തറാണ്, പക്ഷേ ഇസ്മു മഫ്ഊലിന്റെ മാനാക്ക മിനൽ അതാഇ അലാ മാ അസ്ബഗത മിനൽ അതാ വ അസ്ബൽത മിനൽ ഗിതാ. മാനി ഫർക്കില്ല. മസ്തറും ഇസ്മു മസ്തറും മാനിയിൽ ഫർക്കില്ല, അമലിന്റെ ഖിലാഫില്ല. ഇസ്മു മസ്തറിന് അമലില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജുംഹൂറിന്റെയും അടുക്കല് എന്താണ് മുഅ്തമദായ ഖൗല്, അത് ഇസ്മു മസ്തറിന് അമലുണ്ട്. ഇസ്മി മസ്തറിൻ അമൽ എന്നാൽഫേ പറയും. ബയാൻ ഇസ്മു മസ്തറാണ്. തിബിയാൻ തബീന് മസ്തറാണ്. ബയാൻ എന്ന് പറഞ്ഞാൽ ഇസ്മു മസ്തറാണ്. ബയ്യന ബയ്യനൂർ ഇസ്മു മസ്തറാണ് ബയാൻ. പിന്നെ മസ്തറിന് ഇസ്മു മസ്തറിലേക്ക് മാറാൻ എന്തെങ്കിലും ഫായിദ ഉണ്ടോ? മസ്തർ ഉപയോഗിക്കുന്നതിന് പകരം ഇസ്മു മസ്തർ ഉപയോഗിക്കാൻ മസ്തർ അതൊക്കെ ലോകത്തിലുള്ള ലോകത്തിന്റെ ഒരു വ്യാപ്തിയാണ്. ആ വ്യാപ്തി നമുക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ മസ്തർ ഉപയോഗിച്ചാൽ ചെയ്യുന്നുണ്ടാവില്ല, ഒന്നിനൊക്കെ അപ്പോൾ അവിടെ ഇസ്മു മസ്തർ ഉപയോഗിക്കും. അതുപോലെ കാവ്യമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മസ്തർ ഉപയോഗിച്ചാൽ അപ്പോൾ ഇസ്മു മസ്തർ വേണ്ടി അങ്ങനെ പാടില്ല. വേണ്ടില്ല. മിനൽ അതാഇ മിനൽ അതാഇ മിനൽ ഇതാഇ അതാഇ ഇതാ. അവിടെ ആ ഇതാഇ നമ്മുടെ ഇതാഇ എന്ന് പറയാൻ ജോലി. പിന്നെ ونحمدك على ما أسبغت من العطاء وأسبلت من الغطاء. غطاء എന്ന് പറഞ്ഞാൽ എന്താ? ആവരണം അല്ലേ. വറ എന്നൊക്കെയാണ് ഗിതാഅ് എന്ന് പറഞ്ഞാൽ മൂടി. മൂടിക്കൊക്കെ ഗിതാഅ് അറിയും. ഗിതാഅ് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഗിതാഅ് കൊണ്ട് ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ. അല്ലാഹു തആല എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുന്നു? മറക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും യാഥാർത്ഥ്യം, ഒരാളെ യാഥാർത്ഥ്യം മറ്റേയാൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഒരു നരും വരും പോകാനുണ്ടാവില്ല. എൻ്റെ യഥാർത്ഥ പങ്ക് മനസ്സിലാകുകയാണെങ്കിൽ ആരും എൻ്റെ നരും വരും വെക്കൂല. എനിക്ക് എൻ്റേതായ ജഹിലുകളുണ്ടാവും, എൻ്റേതായ കുഴപ്പങ്ങളുണ്ടാവും, എൻ്റേതായ ശക്തിയാത്തുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അല്ലാഹു തആല എന്ത് ചെയ്തു? അത് മറച്ചു. മറച്ചിട്ടോ അയാൾ മൂല്യരാണ്, അയാൾ ഉസാറാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ ഒരു മറ അല്ലാഹു തആല ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ മാനം കെടും നമ്മൾ. അപ്പോൾ അല്ലാഹു തആലയുടെ വലിയ നിഅമത്താണ് ഇത് എന്ന്
ഒരു മറ അല്ലാഹു ഓരോരുത്തരും മറ്റുള്ളവരുടെ യാതൊരിൽ നിന്ന് മറച്ചിട്ടുണ്ട്. ഒരു നിഗൂഢമായ ഒരു അഭൗമമായ ഒരു അദൃശ്യമായ ഒരു മറ അള്ളാഹുകാരം ഇട്ടിട്ടുണ്ട്. ആ മറ അത് പിന്നെ നല്ല ഇസ്ബാലുലിസാർ എന്ന് പറഞ്ഞാൽ തുണി വച്ചാക്കാന്നല്ലേ, എന്നാൽ പൂർണ്ണമായ ഒരു മറയാണ്. ആ മറച്ചതിൻ്റെ പേരിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു.